40 വർഷം മുൻപ് താൻ കൊന്നത് ആരെയാണ് എന്ന് തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞത് ആശ്വാസമാണെന്ന വെളിപ്പെടുത്തലുമായി വേങ്ങര സ്വദേശി മുഹമ്മദ് അലി. 40 വർഷം മുൻപ് 2 പേരെ താൻ കൊന്നുവെന്ന മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിൽ 1 വർഷം നീണ്ട അന്വേഷണത്തിലൊടുവിലാണ് വഴിത്തിരിവുണ്ടായത്. 16-ാം വയസ്സിൽ കൂടരഞ്ഞിയിൽ വെച്ച് മുഹമ്മദ് അലി കൊല ചെയ്തത് കണ്ണൂർ സ്വദേശി മോഹനനെയാണെന്ന് തിരുവമ്പാടി ഇൻസ്പെക്ടർ കെ പ്രശാന്തിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ കണ്ടെത്തി. മുഹമ്മദ് അലി വെളിപ്പെടുത്തൽ നടത്തിയത് 1 വർഷം മുൻപാണെങ്കിലും ഏതാനും മാസം മുൻപാണ് മോഹനന്റെ ബന്ധുക്കൾ തിരുവമ്പാടി പോലീസിനെ ബന്ധപ്പെടുന്നത്. തുടർന്നാണ് ഇൻസ്പെക്ടർ അവിടെ എത്തി അന്വേഷണം നടത്തിയത്. മോഹനൻ കൂടരഞ്ഞിയിൽ ജോലിക്ക് പോയത്, പിന്നീട് അവിടെ വെച്ച് വെള്ളത്തിൽ വീണു മരിച്ചത്, അച്ഛന്റെ സഹോദരൻ വിവരം പറഞ്ഞ് സ്റ്റേഷനിൽ പോയത്, ഫോട്ടോ കണ്ട് മോഹനനാണ് മരിച്ചതെന്ന് അന്ന് സ്ഥിരീകരിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണത്തിനിടെ സഹോദരി രാധ പോലീസിനോട് വെളിപ്പെടുത്തി. മോഹനൻ കൂടരഞ്ഞിയിൽ ജോലിക്ക് പോയപ്പോൾ വെള്ളത്തിൽ വീണ് മരിച്ചത് ബന്ധുക്കൾക്കറിയാമെങ്കിലും കൊല്ലപ്പെട്ടതാണെന്ന് ഇപ്പോഴാണ് വ്യക്തമായത്. അന്ന് 1.5 വർഷം കഴിഞ്ഞാണ് മോഹനൻ മരിച്ച വിവരം ബന്ധുക്കൾ അറിയുന്നത്. അതിനു മുൻപേ അജ്ഞാത മൃതദേഹമായി അടക്കം ചെയ്തിരുന്നു. ആയിരത്തി 1986 നടന്ന സംഭവമായതിനാൽ മോഹനന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് മാത്രമാണ് പോലീസിന് ലഭിച്ചിരുന്നത്. അപസ്മാരമുണ്ടായിരുന്ന ആളുടേത് സ്വാഭാവിക മരണമായേക്കുമെന്നാണ് മരണസമയത്ത് ആളുകൾ പറഞ്ഞത്. ശ്വാസകോശത്തിൽ ചെളിയും വെള്ളവും കയറിയതാണ് മരണകാരണം എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. 1986 ഡിസംബറിൽ 16-ാം വയസ്സിൽ കൂടരഞ്ഞിയിലും 1989 കോഴിക്കോട് വെള്ളയിൽ കടപ്പുറത്തും താൻ 2 കൊലപാതകങ്ങൾ നടത്തിയെന്നാണ് മുഹമ്മദ് അലി കഴിഞ്ഞ വർഷം വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി ഏറ്റുപറഞ്ഞത്. തുടർന്ന് FIR രജിസ്റ്റർ ചെയ്ത് പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇപ്പോൾ ജാമ്യം ലഭിച്ച് നാട്ടിലാണ്. കേസിൽ വൈകാതെ കുറ്റപത്രം സമർപ്പിക്കും. കുറ്റബോധം സൃഷ്ടിച്ച വിങ്ങൽ ഉറക്കം പോലും നഷ്ടപ്പെടുത്തിയ സാഹചര്യത്തിലാണ് കുറ്റം ഏറ്റുപറഞ്ഞത് എന്നാണ് മുഹമ്മദ് അലി അന്നു പറഞ്ഞത്. ഇപ്പോൾ ആരാണ് മരിച്ചതെന്നറിയാൻ കഴിഞ്ഞതിൽ ആശ്വാസമുണ്ടെന്ന് മുഹമ്മദ് അലി പറയുന്നു. എന്ത് ശിക്ഷയാണ് ഞാൻ സ്വീകരിക്കും? പിന്നെ ഞാൻ ഇത്രയും കാലം അനുഭവിച്ച ശിക്ഷ എനിക്ക് ഏത് കോടതി തന്നാലും എനിക്കൊന്നും ആവില്ല എന്നും എനിക്കറിയാം. ഒരാളെയാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടില്ല, ഇനി ഒരാളെയും കൂടി കണ്ടെത്താനുണ്ട്. കൊല്ലപ്പെട്ട ആളെ കണ്ടെത്താൻ അതുകൂടി കണ്ടെത്തേണ്ടതില്ലേ? കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്നു, കണ്ടെത്തേണ്ടതുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതും കൂടിയാണ്. കൂടരഞ്ഞി വാതലൂർ ദേവസ്യയുടെ പറമ്പിൽ കൂലിപ്പണിക്ക് നിൽക്കുമ്പോൾ തന്നെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ തോട്ടിലേക്ക് തള്ളിയിട്ട് കൊന്നുവെന്നാണ് മുഹമ്മദ് അലിയുടെ കുറ്റസമ്മതമൊഴി. ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ തള്ളിയിട്ട ഉടൻ സ്ഥലം വിടുകയായിരുന്നുവെന്നും 2 ദിവസം കഴിഞ്ഞാണ് മരിച്ച കാര്യം അറിയുന്നത് എന്നുമാണ് മുഹമ്മദ് അലി പറഞ്ഞത്. അന്നത്തെ SI ആയിരുന്ന OP തോമസ് ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തിയെങ്കിലും നിർണായകമായ വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. പോലീസ് രേഖയിലുള്ളത് മോഹനൻ എന്ന പേരു മാത്രമായിരുന്നു. ഈ പേരിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാടും കണ്ണൂരുമായിരുന്നു പോലീസ് അന്വേഷണം കേന്ദ്രീകരിച്ചിരുന്നത്. SI KM ജോർജ്, സീനിയർ CPO C ഉജേഷ് തുടങ്ങിയവരടങ്ങിയ അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. 1989 കോഴിക്കോട് വെള്ളയിൽ കടപ്പുറത്ത് മറ്റൊരാളെ മണലിൽ മുഖം പൂഴ്ത്തി കൊല്ലാൻ സഹായിച്ചിട്ടുണ്ടെന്ന് മുഹമ്മദ് അലി വെളിപ്പെടുത്തിയിരുന്നുവെങ്കിലും അതിൽ ആളെ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. ന്യൂസ് മലയാളം, മലപ്പുറം.